പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. 100-ലേറെ പേരെ ജമ്മുകശ്മീർ പോലീസ് ചോദ്യം ചെയ്തു. പ്രദേശവാസികളിൽ നിന്നും വിവരങ്ങൾ തേടി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗവും ഇന്നാണ്. ഇന്ത്യ നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാനും അടിയന്തര യോഗം വിളിച്ചു. ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്നും, വിനീത വിജി ഡൽഹിയിൽ നിന്നും ഇപ്പോൾ വിശദാംശങ്ങൾ വച്ചിരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയിലേക്കാണ് ആദ്യം. ബൽറാം, ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഈ ബൈസരൻ വാലി ഉൾപ്പെട്ട ബൈസരൻ വാലിയിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ ചുറ്റളവിൽ സൈനിക വിന്യാസമുണ്ട്. BSF-നെ കൂടുതൽ യൂണിറ്റുകളെ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ ആക്രമണം നടന്ന ബൈസരൻ വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ്. ബൈസരൻ വാലിയിലേക്കുള്ള പാതയാണ് ഇത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ദുർഘടമായ പാതയാണ് ഇത് എന്നുള്ളത്. ഈ ആക്രമണം നടന്ന സ്ഥലം അതിമനോഹരമായ ഈ ബൈസരൻ വാലിയിലേക്ക് 3 മാർഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിൽ പ്രധാനമായും കുതിരകളെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നടന്നു കയറുന്ന പാത, ട്രക്കിംഗ് ഉപയോഗിക്കുന്ന പാതയിലാണ്. നമുക്ക് ഈ ഒരു ബൈസരൻ വാലിയുടെ മനോഹാരിത ഈ പ്രദേശത്ത് തന്നെ കാണാൻ കഴിയും. ഈ കുന്നിന് അപ്പുറമാണ് ആക്രമണം നടന്ന ബൈസരൻ വാലിയുടെ പ്രദേശം എന്നുള്ളത്. അതിമനോഹരമായ മഞ്ഞു മൂടിയ പർവ്വത ശിഖരങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിൽ പൈൻമരക്കാടുകൾ, അതിന് താഴെയായി മനോഹരമായ പുൽത്തകിടി. ഇത്തരത്തിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശമാണ് ബൈസരൻ വാലി എന്നുള്ളത്. സമീപകാലത്ത് വലിയ തോതിൽ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിച്ച ഒരു പ്രദേശമാണ്. ചേർന്ന് കിടക്കുന്ന മനോഹരമായ അരുവി എല്ലാം തന്നെ ഇവിടേക്ക് വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിച്ച് വരികയായിരുന്നു. ഈ സീസണിൽ പ്രതിദിനം 10,000-ഓളം വിനോദസഞ്ചാരികൾ ഓരോ ദിവസവും ഇവിടെ എത്തിയിരുന്നു എന്നാണ് കണക്ക്. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു അവസരം കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായത്. അവർ ഈ ഒരു സ്ഥലത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. കുന്നുകയറി ഇവിടേക്ക് ആക്രമണമോ അല്ലെങ്കിൽ ഒരു അപകടമോ ഉണ്ടായാൽ സഹായത്തിനായി ആളുകൾക്കോ സുരക്ഷാ സേനയ്ക്കോ എത്താൻ ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുക്കും. കാരണം ദുർഘടമായ ഈ പാത ഇതിന് സമാനമാണ് കുതിര കയറുന്ന 2 പാതകളും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ സമയം 1 മണിക്കൂറോളം എടുക്കും. ആ ഒരു സമയം കൊണ്ട് കുന്നിൻ മുകളിലുള്ള ഈ ഭീകരവാദികൾക്ക് അനായാസം രക്ഷപ്പെടാനാകുമെന്ന് കണക്കാക്കി തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. എന്നാൽ അതിന് തടയിടാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം ആദ്യ PCR കോൾ ലഭിച്ച ഉടൻ തന്നെ അവിടേക്ക് ഈ മേഖല ഉൾപ്പെടുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടെ സേനയെ വിന്യസിച്ചിരുന്നു. അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കാൽനടയായാണെങ്കിൽ പോലും രക്ഷപ്പെടാനുള്ള പഴുതുകൾ അവശേഷിപ്പിച്ചിട്ടില്ല എന്നാണ് ജമ്മുകശ്മീർ പോലീസ് വിശ്വസിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു പ്രദേശം പൈൻമരക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ മനുഷ്യരാൽ തന്നെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് അപ്രായോഗികമാണ് വലിയൊരു പരിധിവരെ. അതുകൊണ്ട് തന്നെ അത്യാധുനിക തെരച്ചിൽ ഉപകരണങ്ങൾ, ഡ്രോണുകൾ, മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇപ്പോൾ വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. ഈ പൈൻമരക്കാടുകളുടെ തുടർച്ചയാണ് ഈ ആക്രമണം നടന്ന പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന കാടുകളും. ഇവിടെ ഒളിത്താവളങ്ങൾ ഭീകരർ സാധാരണ ഇത്തരത്തിലുള്ള കുന്നിൻ മുകളിലുള്ള താവളങ്ങളിലാണ് ഒളിച്ചിരിക്കുക പതിവുള്ളത്. അങ്ങനെയെങ്കിൽ സൈന്യം ദൂരെ നിന്ന് തന്നെ എത്തുന്നത് അറിയാൻ അവർക്ക് കഴിയും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ലഭിക്കുന്നുണ്ട്. സമാനമായി ഈ കാടുകളിൽ ഒരു ഒളിത്താവളത്തിൽ ആ ഭീകരർ ഇപ്പോഴും കഴിയുന്നുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലിലാണ് സൈന്യം ഉള്ളത്. ഈ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലും ഭീകരവാദി സാന്നിധ്യം ഉള്ളതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം 3 ഇടങ്ങളിൽ തിരച്ചിൽ നടത്തുകയും ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികളെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൈസരൻ വാലിയോട് ചേർന്ന് ഉള്ള പ്രദേശത്ത് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്കായുള്ള തെരച്ചിൽ സജീവമായി പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നിന്നും 36 കിലോമീറ്റർ അകലെയുള്ള കുൽഗാമിൽ ഭീകരവാദികളുമായി ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഒരു TRF കമാൻഡർ ഇപ്പോൾ സൈന്യം വളഞ്ഞു വെച്ചിരിക്കുകയാണ്.
ഇയാൾ അടക്കമുള്ള സംഘം ഇന്നലെ സൈനികർ തെരച്ചിൽ നടത്തുകയായിരുന്ന സൈനികർക്ക് നേരെ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു. വനമേഖലയിൽ തന്നെയാണ് ആ ഒരു കുൽഗാമിലും ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ കുൽഗാമിലും ഏറ്റുമുട്ടൽ ഉണ്ടായത്. ആ ഒളി സങ്കേതം സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ വളഞ്ഞിരിക്കുകയാണ് സൈന്യം. ഇന്നലെ 6 മണിയോടെ കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യമുണ്ടായി. കുൽഗാമിൽ ഇന്നലെ മഴ പെയ്ത സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ തെരച്ചിൽ നിർത്തിയത്. തെരച്ചിൽ സാധ്യമല്ലാത്തതിനെ തുടർന്ന് പിന്നീട് നിർത്തുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് തെരച്ചിൽ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സമാനമായി മറ്റിടങ്ങളിലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ മേഖലയിൽ, വനമേഖലയിൽ അത്രത്തോളം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷാ സേന. മനുഷ്യ സാധ്യമാകുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള തെരച്ചിലും നടത്താനായുള്ള അത്രത്തോളം യൂണിറ്റുകളെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രദേശവാസികളിൽ 100 പേരെ ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. 100ഓളം പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടാതെ ഇവർ ഇത്തരത്തിൽ ആക്രമണം ആസൂത്രണം ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ഇവിടെ വന്നവരോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പ്രദേശവാസികൾ അടക്കമാകാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരരുടെ ചിത്രങ്ങൾ കാണിച്ച് ഇവർക്ക് ഈ പ്രദേശത്തുള്ളവരുമായി സ്വാഭാവികമായും പരിചയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. അന്വേഷണം അതിതീവ്രമായി തന്നെ പുരോഗമിക്കുന്നു. ഇന്നും കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ മേഖല എന്നുള്ളത് ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന നാട്ടുകാർ വളരെ കുറവാണ്. ഹോട്ടൽ ജീവനക്കാർ, ഹോട്ടൽ ഉടമകൾ അടക്കമുള്ളവരാണ്. കൂടാതെ ഈ കുതിരസവാരി അടക്കം ഈ വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ സീസൺ ആകുന്ന സമയത്ത് ഇവിടേക്ക് എത്തിച്ചേരുക പതിവുള്ളത്. അവരിൽ നിന്നാണ് പ്രധാനമായും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത്. സമാനമായി തന്നെ ഈ വനമേഖല മറുവശത്ത്, ഈ വാലിയുടെ മറുവശത്തുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് അവിടെയും ഉള്ള വീടുകളിൽ ഉള്ള ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്നുള്ള മൊഴിയും നിർണായകമാണ്. പ്രത്യേകിച്ച് ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത എന്നുള്ളത് ആ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പാതയാണ് എന്നാണ് പോലീസിന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിയും അന്വേഷണം പുരോഗമിക്കുന്നു. ഇപ്പോഴും ഈ ഭീകരർ ഈ വനമേഖലയിൽ വിട്ടുപോയിട്ടില്ല എന്ന ഒരു ആത്മവിശ്വാസം ജമ്മു കശ്മീർ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ ഇവരുടെ ഒളിത്താവളമോ ഇവരെ ഇപ്പോൾ ഉള്ള സ്ഥലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കും എന്നാണ് കണക്കാക്കുന്നത്. ഈ പ്രദേശത്ത് ആൾതാമസം സ്ഥിരം ഇല്ലാത്ത ഒരു മേഖലയാണ് എന്നതിന്റെ പ്രധാന കാരണം ഇവിടെ മഞ്ഞ് മൂടി, വർഷത്തിൽ ഏതാണ്ട് 5 മാസത്തോളം മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് സീസണിൽ മാത്രമാണ് ആളുകൾ എത്താറുള്ളത്. അതിൽ 5 മാസമാണ് ഇവിടെ പ്രധാന സീസൺ ഏപ്രിൽ മുതൽ ഉള്ളത്. അതിനാണ് വലിയ തോതിൽ ആഘാതമുണ്ടാക്കുന്നതായിരുന്നു ഈ ഭീകരാക്രമണം. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണവും ഈ അന്വേഷണത്തിന് ലഭിക്കുന്നുണ്ട്. അന്വേഷ്